ഹായ്, വെൽക്കം ടു. കുറച്ച് മാറി നിൽക്കണോ? കുറച്ച് ഇവിടെ നിൽക്ക്. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈവനിങ് വ്ളോഗ് എടുക്കാം വിത്ത് ബേബി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ചായയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും ചായ എന്നായിരിക്കുമല്ലോ. അതുമാതിരി നമ്മളും ഈവനിങ്ങിന് ഒരു ചായയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈവനിങ് വ്ളോഗ് വിത്ത് മൈ ബേബി ആൻഡ് വിത്ത് മൈ അമ്മ. ഇത് ബേബി ഇത് കേട്ടിട്ട് ക്യാമറയിൽ സംസാരിക്കാൻ വേണ്ടി വരികയാണ്. കാണിച്ചു തരാം. നമ്മുടെ ബേബി കളിച്ചുകൊണ്ടിരിക്കുക. വെൽക്കം ടു യൂട്യൂബ് ചാനൽ പറയൂ. ഒന്നും പറയില്ല, അതിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനാണ് നോക്കുന്നത്. ഹലോ ഹലോ ഹായ് ഹലോ എന്നൊക്കെ. ഹലോ. കുറച്ചൊക്കെ ഇപ്പോൾ ബേബി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1.5 years ആയിട്ടുണ്ട് ബേബിക്ക്. പറഞ്ഞോളൂ ഷുട്ടി. ഹലോ. ക്യാമറയുടെ ഉള്ളിൽ കയറി നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട്. കുറച്ച് ദൂരെ പുറകോട്ട് നിൽക്ക്, കുറച്ച് പുറകോട്ട്. ബേബി ഞങ്ങളെ പോലെ ചായ കുടിക്കുന്ന ഡെമോ ചെയ്യാണ്. ഡെമോ ഗാർഡനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അമ്മയുടെ കുറച്ച് റോസ് ചെടികളൊക്കെ പൂത്തു. എൻ്റെ സ്ഥിരമായിട്ടുള്ള വ്ളോഗ് കാണുന്ന ആളുകൾക്ക് ഈ ചെടികളൊക്കെ കാണാം. അവിടം വരെ പോകാൻ വയ്യാതെ. വേണ്ടി പപ്പു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡോഗിൻ്റെ പേര് പപ്പു എന്നാണ്. അപ്പോഴത്തേക്കും നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. എവിടെ പോയി? പാടത്തോ പറമ്പത്തോ പോയി കാലിലെല്ലാം ചളിയാക്കിയിട്ട് വരികയാണ്. ബേബിക്ക് ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. ഡോഗിനെ മാത്രമല്ല എല്ലാ മൃഗങ്ങളെയും ഇഷ്ടമാണ്. അമ്മയാണെങ്കിൽ അതിനെ ഓടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ, അതാണ് പറയുന്നത്. അമ്പലത്തിൽ പാട്ട് വെച്ചെന്ന് തോന്നുന്നു. പാട്ട് കേൾക്കുന്നു അല്ലേ? അമ്പലത്തിൽ പാട്ട് വെച്ച് തോന്നുന്നു. നോക്കാം. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. പപ്പു ഇത് അമ്മായിയുടെയാണ്. ആ വീടാണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ അമ്മായിയുടെ ആണെങ്കിൽ ഞങ്ങളുടെയും കൂടെ ആണ്. അപ്പോൾ 2 വീട്ടിലും കൂടി ആയിട്ടാണ് നിൽക്കുക. വളരെ കുഞ്ഞായപ്പോൾ മുതലേ പപ്പു ഇവിടെ ഉണ്ട്. അപ്പം ബേബി കുഞ്ഞായപ്പോഴും പപ്പു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നല്ല കൂട്ടാണ്. പക്ഷേ അതിൻ്റെ മേലത്തൊക്കെ കുറച്ച് ചെളിയൊക്കെ കണ്ടോ. അത് അഴിച്ചു വിട്ടപ്പോൾ വേറെ പട്ടികളുടെ അടുത്ത് കളിക്കാൻ പോയത് അവൻ്റെ സ്പൂൺ എടുത്തിട്ടുണ്ട് പപ്പു. ഇനി അത് പോയി, അത്ര തന്നെ. യശുട്ടി, നിന്റെ സ്പൂണ് പോയില്ലേ? ഇങ്ങോട്ട് വരൂ. പപ്പു എടുത്തു, വന്നോളൂ. സ്പൂണ് പോയി കിട്ടി. അത് ആവശ്യമുള്ള സ്പൂണല്ല, എന്നാലും അത് പോയി. അത് കിട്ടുക നോക്കുകയാണ്. അത് താന്നൊക്കെ പറയാണ്. കിട്ടാനൊന്നും പോകുന്നില്ല. നോ അത് കടിക്കൂട്ടാ. അങ്ങോട്ട് വന്നോളൂ. ആക്ച്വലി അത് കടിക്കൊന്നുമില്ല. പക്ഷെ ഇനി അതിൻ്റെ നഖോ വേറെ എന്തെങ്കിലും തട്ടി ഇവിടെ കയ്യിൽ എന്തെങ്കിലും പറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ അധികം അവർ 2 പേരെയും അടുത്ത് നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് പോകാതിരിക്കുകയാണ്. ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഒരിടത്ത് വെച്ചു. എനിക്ക് വയ്യ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ. അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അമ്മയാണെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് പോയേക്കാണ്. പപ്പുനാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡൊന്നും അമ്മായി കൊടുത്തിട്ടില്ല എന്നൊരു ഡൗട്ടുണ്ട്. കാരണം അഴിച്ചു വിട്ടിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല. പട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കുന്നതൊരു ഇഷ്ടമാണല്ലോ. എങ്ങനെ ഞാൻ ഈവനിങ് വ്ളോഗ് എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ട്രൈപോഡൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്. പക്ഷേ ഒരാൾ ട്രൈപോഡ് വേറെ എൻ്റെ ഫോൺ വേറെ ആക്കി. കുറേ സമയം അതെ എന്നെ അടിക്കാനായിട്ട് വരികയാണ്. നോ 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 നോ. എൻ്റെ ട്രൈപോഡ് എനിക്ക് തന്നെ തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോൾ ഏകദേശം 1.5 വയസ്സായിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നേരത്തെ ഞാൻ അമ്പലത്തിൽ പാട്ട് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? പക്ഷെ നേരത്തെ അല്ല, ഇപ്പോഴാണ് അമ്പലത്തിൽ പാട്ട് തുടങ്ങിയത്. അതെ സാമി അയ്യപ്പ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിലെ ആ ഒരു പാട്ടും കൂടെ കേൾക്കാൻ പറ്റിയിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ക്യാമറയൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇത് എൻ്റെ അച്ഛൻ എത്തിയിട്ടുണ്ട്. ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാം. ആ പാലവന് വേണം അതന്നെ.